സ്റ്റെപ്പ് ലാഡർ കൊടുത്ത് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത് അതിന്റെ കൺട്രോൾ പാനൽസും കാര്യങ്ങളുമാണ് ഇത്രയും കൊടുത്തത്. അതായത് നമ്മുടെ നേരത്തെ ഉള്ള വണ്ടിക്കകത്ത് ഇത്രയും ഒരു ഇലക്ട്രിക്കൽ പ്രൊവിഷൻ ഒന്നും ബോർഡ് ഒന്നും തന്നെ ഇല്ല. ഒരു UPS അല്ലെങ്കിൽ ഗ്ലൈക്കോൾ ഫ്രീസർ അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. ഒരു വാഷ് ഏരിയ. അതെ, ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയർ മെഷീൻ. ഓക്കെ, ഈ മെഷീൻ ശരിക്കും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പവർ ജനറേറ്റ് 2.5 kVയുടെ പവർ ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രം ഈ മെഷീന് വേണ്ടി മാത്രം. അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അവരൊരു ജനറേറ്റർ ഒരു 7 kVയുടെ ജനറേറ്റർ കൊണ്ടു നടക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു വണ്ടിയോടെ കൊണ്ടു നടക്കണം. ഓ ശരി. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനകത്ത് തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതായത് നമ്മള് 2 വീൽ ഡ്രൈവ് 4 വീൽ ആയി അത്രയും പവർ അതിനകത്ത് നിന്ന് ഉണ്ടാക്കി ചെയ്യുന്നല്ലേ? ഓക്കെ. ഇപ്പൊ ജനറേറ്റർ അല്ല ഇവിടെ നിങ്ങൾ കൊടുത്തേക്കുന്നത്? ജനറേറ്റർ കൊടുത്തേക്കുന്നത് ഇതിനടിയിലാണ്. ബോഡി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ജനറേറ്ററിന്റെ എഞ്ചിൻ ഇല്ല. ജനറേറ്ററിന്റെ എഞ്ചിൻ ഇല്ലാതെ ഓൾട്ടർനേറ്റർ മാത്രം. ഓൾട്ടർനേറ്റർ മാത്രം പവർ ജനറേറ്റ് ചെയ്യേണ്ട സാധനം മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. എഞ്ചിൻ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എഞ്ചിന്റെ ഇത് ഉപയോഗിച്ചിട്ടാണ് ഒരു ഓൾട്ടർനേറ്റർ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് ചേസിന്റെ അടിയിൽ നമ്മൾ അതിന് സ്പേസ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. ചേസിനകത്തൊന്നും ഓൾട്ടറേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. അല്ലാതെ സെപ്പറേറ്റ് പിടിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രീസർ മാത്രമാണ് ഒരു ഗ്ലൈക്കോൾ ഫ്രീസർ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ഒരു ഫ്രീസർ ഉണ്ട്. അത് കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ വേറൊരു ഫ്രീസർ ഉണ്ട്. ഇവര് കുറച്ച് ഹെവി ലോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതൊരു എന്താ പറയാ, നമ്മള് ഒരു കൺവെൻഷൻ നടക്കുക അല്ലെങ്കിൽ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബൾക്കായിട്ട് കൊടുക്കാനും അവിടെ ഈ ലൈവ് ഐസ്ക്രീം ഇതൊക്കെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നില് മാളുകളിലൊക്കെ ചെന്നാലേ കാണത്തുള്ളൂ. ഇതുപോലത്തെ ഒരു മെഷീൻ നമ്മൾ ഈ സോഫ്റ്റ് ഐസ്ക്രീം പലരും കഴിച്ചിട്ടുണ്ടാവും. കണ്ടോ, ഞാനാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടിയിൽ കൊണ്ട് നടന്ന ഒരു സംഭവം കാണുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ല, എന്നാലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് കാരണം അത്രയും പവർ ഉള്ള ജനറേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്തുള്ളൂ. ഒന്നീ പവർ ഉള്ള ജനറേറ്റർ വേണം, ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, വെളിയിൽ നിന്ന് കണക്ഷൻ. ഈ വണ്ടി നമുക്കിപ്പം ഏത് സ്ഥലത്ത് കൊണ്ടിട്ടാലും ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാം. വണ്ടി റണ്ണിങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാം. അതുപോലെ തന്നെ വേറൊരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ വെളിയിൽ നിന്ന് നമ്മളിപ്പം പവർ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു. ഒരു സ്ഥലത്ത് കൊണ്ടിട്ടു, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ പവർ കണക്ഷൻ ഇൻസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പവറിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് രീതിയിലും അല്ലേ? രണ്ട് രീതിയിലും. ഓക്കെ, അതായത് നമുക്ക് വെളിയിൽ എക്സ്റ്റേണൽ കറണ്ട് ചെയ്യും, നമ്മുടെ വണ്ടിയുടെ ഓൺ ജനറേഷനിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു UPS കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലൈറ്റിംഗ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അവര് വേറെ ഈ എഞ്ചിൻ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, ലൈറ്റ് മാത്രം കൊടുത്താൽ മതി. ഇത് പ്രവർത്തിപ്പിക്കണ്ടെങ്കിൽ അല്ലേ? ഇത് പ്രവർത്തിപ്പിക്കണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ എക്സോസ്റ്റ് ഇവിടെ ഉണ്ടോ? ഈ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഹീറ്റ് ഉണ്ട്. കംപ്രസർ ഓടുമ്പോൾ ഹീറ്റ് വെളിയിലോട്ട് പോകാനായിട്ട് ഇവിടെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പോലെ തന്നെ ഈ കംപ്രസറിയോ ഇതിന്റെ പുറയിലും ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രഷ് വാട്ടറിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു 100 ലിറ്റേഴ്സ് വാട്ടർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാങ്ക് ഇതിന്റെ ഫ്രണ്ട് വേസ്റ്റ് വാട്ടർ ടാങ്ക് എല്ലാം താഴെയാണ്. ഇത് ഇങ്ങനെ ടേബിൾ ഇങ്ങനെ നമുക്ക് പൊക്കി എടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എടുക്കാം, ഫിക്സ് ചെയ്യാവുന്നതല്ലേ? ഓ ശരി. ഇത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നാളെ അവർക്ക് പോകണം.